Students, today we are discussing about conditions of complete interference. നമ്മൾ എന്താണ് ഇൻ്റർഫറൻസ്, അതിൻ്റെ കോസ് ആയിട്ടുള്ള സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഇതൊക്കെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ്റർഫറൻസ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ടു വേവ്സ് ഹാവിങ് സെയിം വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു വേവ്സ്. ഓക്കെ, നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡിഫറെൻ്റ് ആംപ്ലിറ്റ്യൂഡുള്ള വേവ്സ് തമ്മിൽ സൂപ്പർപോസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫേസിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇഫ് ദി ടു ഇൻ്റർഫിയറിംഗ് വേവ്സ് അല്ലെങ്കിൽ ടു സൂപ്പർപോസിങ് വേവ്സ് ഹാവ് ദി സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, അതായത് A1 is equal to A2 is equal to A, the amplitude of the resultant wave capital A we will get as A square plus A square plus 2A square into cos phi 1 minus phi 2 whole raised to 1/2 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ സെയിം ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ A is equal to 2A square plus 2A square cos phi 1 minus phi 2 whole raised to 1/2 എന്ന് കിട്ടും. Next, let us define a new term delta, which is phi 1 minus phi 2. Some angular quantity ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ആംഗുലാർ മെഷർമെൻ്റ് ആണ്. സോ ക്യാപിറ്റൽ A we can write 2A square into 1 plus cos delta whole raised to 1/2. We know the trigonometric relation cos 2x is equal to 2 cos square x minus 1. Okay, from this we will get 2 cos square x is equal to 1 plus cos 2x. ഈ എക്സിന് പകരം നമ്മൾ if x is equal to some delta by 2, then our relation will be 2. അതായത് ആംഗിൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ ബൈ 2 ആംഗിൾ ആണെങ്കിൽ we will get cos square delta by 2 is equal to 1 plus cos 2 into x എന്ന് പകരം ഡെൽറ്റ ബൈ 2, 2ഉം 2ഉം ക്യാൻസലായി, ദെൻ ഡെൽറ്റ ആസ് റിമൈൻ, സോ 1 പ്ലസ് കോസ് ഡെൽറ്റ എന്ന് കിട്ടും. ഈ 1 പ്ലസ് കോസ് ഡെൽറ്റയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സൂപ്പർപോസിങ് വേവ്സ്. ഓക്കെ, സോ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് A we can write 1 പ്ലസ് കോസ് ഡെൽറ്റയുടെ സ്ഥാനത്ത് നമുക്കപ്പോൾ എന്ത് എഴുതാം? 2 കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 എന്ന് എഴുതാം. സോ 2A സ്ക്വയർ ഇൻറ്റു 2 കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 ഹോൾ റൈസ് ടു 1/2 എന്നായി നമ്മുടെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പ്രഷൻ ഒന്ന് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 4A സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 ഹോൾ റൈസ് ടു 1/2. ഈ സ്ക്വയർ റൂട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഓരോ ടേമിൻ്റെയും റൈസ് ടു 1/2 എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ A, റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്, A സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ഇസ് A ആൻഡ് കോസ് ഡെൽറ്റ ബൈ 2 എന്നായി നമ്മുടെ റിസൾട്ടൻറ്റ് വേവിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ. We already know that intensity of a wave is directly proportional to intensity of a wave നെ ക്യാപിറ്റൽ I എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Intensity is directly proportional to the amplitude square of a wave. സോ നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ നമുക്ക് എന്താ കിട്ടുക? 4A സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 ആണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്? ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻ എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2ന് പ്രൊപ്പോർഷണലാണ്. 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്, A ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദി ഇൻറ്റൻസിറ്റി വാരീസ് വിത്ത് ഡെൽറ്റ ബൈ 2. ഓക്കെ, ഡെൽറ്റ ബൈ 2 ആംഗിളിൻ്റെ വേരിയേഷനിലാണ് ഇൻറ്റൻസിറ്റി വാരി ചെയ്യുന്നത് ഓരോ പോയിന്റിലും. സോ വി ഹാവ് ജസ്റ്റ് ഡിറൈവ്ഡ് ദാറ്റ് intensity of the resultant wave is directly proportional to A square or 4A square cos square delta by 2. ഈ ഒരു റിലേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തു. നെക്സ്റ്റ്, when the phase difference between the waves reaching at any point, നമ്മൾ ഇപ്പം എന്താണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷ്വൽ ഇമേജ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും. എന്താണ്? രണ്ട് വേവ്സ് ഉണ്ട്, അത്
സെയിം ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് വേവ്സാണ് സെയിം ഈക്വൽ ഫേസ് ഡിഫറൻസിൽ മൂവ് ചെയ്യുന്ന രണ്ട് വേവ്സിൻ്റെ ഇൻ്റർഫറൻസാണ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദി ഫേസ് ഡിഫറൻസ്, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവ തമ്മിലുള്ള ഈ ഒരു വേവ് ഒരു പോയിന്റിൽ റീച്ച് ചെയ്തു, അതേ പോയിന്റിൽ ഈ ഒരു വേവ് റീച്ച് ചെയ്തു. ഈ ഒരു പോയിന്റിൽ ഇഫ് ദി ഫേസ് ഡിഫറൻസ്, ഇവ തമ്മിൽ ഈ ഒരു വേവും തമ്മിലുള്ള ആംഗുലർ സെപ്പറേഷൻ, അതായത് നിങ്ങൾക്കറിയാം ഒരു കംപ്ലീറ്റ് വേവിൻ്റെ ആംഗിൾ എത്രയാണ്, 2π ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. 1 ലാംഡ is equal to 2π ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് അതിൻ്റെ വേവ് ലെങ്ത് എന്തിന് ഈക്വലാണ്, 2π ആംഗുലർ ആംഗിളിന് ഈക്വലാണ്. ഓക്കെ, സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഇൻറ്റൻസിറ്റി ലഭിക്കുന്ന ടൈമിൽ നമ്മുടെ ഡെൽറ്റ എന്തായിരിക്കണം, ഡെൽറ്റ ഷുഡ് ബി 2nπ. നമ്മളെ ഫേസ് ഡിഫറൻസ് 2nπ വേർ n is from 0, 1, 2, 3 etc. ആണെങ്കിൽ നമ്മൾ Imax, we will get Imax or Imax is equal to, Imax is proportional to 4a square cos square delta by 2 അല്ലേ. ഡെൽറ്റക്ക് നമ്മൾ 2nπ എന്നുള്ള വാല്യൂസ്, അതായത് ഫസ്റ്റ് 0, സെക്കൻഡ് 1 കൊടുത്താൽ 2π, സെക്കൻഡ് ദെൻ 2 കൊടുത്താൽ 4π എക്സെട്ര, പിന്നെ 6π എക്സെട്ര ടേംസ് കൊടുത്താൽ വി വിൽ ഗെറ്റ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാത്തിലും ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ഗെറ്റ് 1 അല്ലേ, കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 1 ആയിട്ട് കിട്ടും. സോ Imax, ഇൻറ്റൻസിറ്റി മാക്സിമം ഇസ് പ്രൊപ്പോർഷണൽ ടു 4a square. ഓക്കെ, സോ Imax is equal to proportionality matrix, some constant of proportionality k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, k into 4a square. സോ Imax അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ ഇസ് ദാറ്റ് ദി phase difference between the two waves must be an integral multiple of 2π. 2πൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ ദി വേവ്സ് സൂപ്പർപോസിങ് ഇസ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. ജനറലി പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് വൈസുള്ള അല്ലെങ്കിൽ ലെങ്ത് വൈസുള്ള രണ്ട് വേവ്സ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. അപ്പോൾ രണ്ട് വേവ്സ് ഇങ്ങനെ സൂപ്പർപോസ് ചെയ്യുന്നുണ്ട് അല്ലേ, രണ്ട് വേവ്സ് ഉണ്ട് സൂപ്പർപോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പോയിന്റിലാണ് ഇത് സൂപ്പർപോസ് ചെയ്യുന്നതെങ്കിൽ ഇത് തമ്മിലുള്ള ലെങ്ത് വൈസ് ഡിഫറൻസിനെ നമ്മൾ പാത്ത് ഡിഫറൻസ് എന്നും ആംഗുലർ വൈസ് ഡിഫറൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഫേസ് ഡിഫറൻസ് എന്നുമാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് is equal to 2π by lambda into path difference ആണ്. ഓക്കെ, സോ path difference